നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. എനിക്ക് കോടതികളെ വലിയ വിശ്വാസമാണ്. അതിന് കാരണം നീതി നിഷേധിക്കപ്പെടുന്ന ചിലർക്കെങ്കിലും ആശ്വാസകരമാകുന്നത് കോടതികളാണ് എന്നുള്ളത് കൊണ്ടാണ്. ചില സമയങ്ങളിൽ രാഷ്ട്രീയപരമായ കാരണം കൊണ്ട് ചിലരൊക്കെ പ്രതികളാക്കപ്പെടാറുണ്ട്. അത്തരത്തിൽ വരുന്ന കേസുകളിലും മറ്റും കോടതിയാണ് അവസാനത്തെ ആശ്രയമായി നിൽക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടതാണ് കേരളത്തിലെ എക്കാലത്തെയും ജനകീയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ ഒരു കേസ് വന്നത്. സോളാർ വിവാദ നായിക നൽകിയ പരാതിയിൽ അദ്ദേഹത്തെ ജനങ്ങളെല്ലാം വലിയ രീതിയിൽ എതിർത്തെങ്കിലും കോടതിയിൽ നിന്ന് അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുകയായിരുന്നു. അതിനുശേഷം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി. PC ജോർജിനെതിരെ 1 മണിക്കൂറിനുള്ളിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കേസെടുത്തതും നമ്മൾ കണ്ടതാണ്. അതിലും PC ജോർജിന് തുണയായത് കോടതിയാണ്. നടിയെ ആക്രമിച്ച വിഷയവുമായി ബന്ധപ്പെട്ടാണെങ്കിലും കോടതി വളരെ കൃത്യമായി തന്നെ ആ വിഷയത്തിൽ വിധി പ്രസ്താവിച്ചിരിക്കുന്നു. ആ വിധിയിലാണ് ദിലീപ് കുറ്റവിമുക്തനാക്കപ്പെട്ടത്. ജനങ്ങളുടെ ഇടയിൽ കോടതികളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ പലപ്പോഴും നടക്കുന്നുണ്ട്. കോടതികളെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടാകുമ്പോൾ എപ്പോഴും ഞാൻ എതിർക്കും. അതിന് കാരണം കോടതികളാണ് നമ്മുടെ അവസാന ആശ്രയം എന്നുള്ളത് കൊണ്ടാണ്. കോടതികളെ അപകീർത്തിപ്പെടുത്തുന്നത് തീർച്ചയായും അരാജകത്വം ഉണ്ടാക്കാൻ ഇടയാകും. ഇപ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നൊരു വാർത്ത KSRTC കണ്ടക്ടറായിരുന്ന യദുവിന്റെ ബസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളാണ്. ആ വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആര്യയ്ക്കും സച്ചിൻ ദേവിനും കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു എന്നുള്ളതാണ്. യദുവിന്റെ പരാതിയിലാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കേരളത്തിലെ സർക്കാർ ആര്യ രാജേന്ദ്രൻ എന്ന മേയറെയും സച്ചിൻ ദേവ് എന്ന MLA-യും ആ കേസിൽ നിന്ന് രക്ഷിക്കാൻ വലിയ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കോടതിയുടെ നിർദ്ദേശം വന്നപ്പോൾ മാത്രമാണ് രണ്ടുപേരെയും ഈ കേസിൽ കോടതിയുടെ ഇടപെടൽ കൊണ്ടാണ് ഇവർക്കെതിരെ കേസ് പോലും എടുത്തത്. എന്നാൽ അവസാനം കുറ്റപത്രം നൽകിയപ്പോൾ പോലീസ് നൽകിയ കുറ്റപത്രത്തിൽ ഇവർ രണ്ടുപേരും പ്രതിപ്പട്ടികയിലില്ല. വീണ്ടും യദു കോടതിയിലേക്ക് പോയപ്പോഴാണ് ഇപ്പോ നോട്ടീസ് അയക്കാൻ കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം ഇങ്ങനെ രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് കേരളത്തിലെ ചില പോലീസുകാരെങ്കിലും കാട്ടിക്കൂട്ടുന്ന ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഓരോരുത്തർക്കും ബലമാകുന്നത് കോടതിയാണ്. യദു എന്ന് പറയുന്ന ഒരു KSRTC ജീവനക്കാരന് നഷ്ടപ്പെട്ടത് അവന്റെ ജീവിതം തന്നെയാണ്, അവന്റെ ജോലിയാണ്. അവൻ നിത്യവൃത്തിക്ക് പോകാൻ പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയിൽ നടന്ന് കേസ് പറയുന്ന അവസ്ഥയിലെത്തി. എന്നാൽ ആര്യ രാജേന്ദ്രൻ എന്ന മുൻ മേയർക്കോ ആര്യ രാജേന്ദ്രന്റെ ഭർത്താവായ സച്ചിൻ ദേവ് എന്ന MLA-ക്കോ ഒന്നും തന്നെ നഷ്ടമായില്ല. ഇന്ത്യ മുഴുവൻ കണ്ടതാണ്, ലോകം മുഴുവൻ കണ്ടതാണ് ഈ CCTV ദൃശ്യങ്ങളിലൂടെ ഇവർ കാണിച്ചു കൂട്ടിയ പേക്കൂട്ടുകൾ. പക്ഷെ അവരെ രണ്ടുപേരെയും പ്രതിയാക്കാതെ ഇവരുടെ സഹോദരനെ മാത്രം ചെറിയ വകുപ്പുകൾ ചേർത്തുകൊണ്ട് ഒരു കേസിൽ അകപ്പെടുത്തി, അല്ലെങ്കിൽ കേസിൽ അതിൽ പ്രതി ചേർത്തിട്ടുള്ളത്. അയാൾ ഗൾഫിലേക്ക് പോവുകയും ചെയ്തു. ആലോചിച്ച് നോക്കൂ, എത്ര സമർത്ഥമായാണ് CPM ആര്യ രാജേന്ദ്രനെയും സച്ചിൻ ദേവിനെയും രക്ഷിക്കാൻ ശ്രമിച്ചത്. അവിടെയും തുണയാകുന്നത് കോടതി തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് കോടതികളെ കുറ്റപ്പെടുത്താൻ അല്ലെങ്കിൽ കോടതികളെ ഇകഴ്ത്തി കാണിക്കാനുള്ള ഏത് ശ്രമത്തെയും തോൽപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ്, നമ്മുടെ അവകാശമാണ്. അത് മനസ്സിലാക്കി വേണം ജനങ്ങൾ പെരുമാറാനും.